ഞാനൊരു മലയാളിയാണ്. നിങ്ങളെല്ലാവരും മലയാളികളാണ്. എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും മലയാളികളാണെന്ന് എൻ്റെ വിശ്വാസം. മലയാളിയുടെ ലീ മാത്രമുള്ള ബംഗാളിയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അവർ തൊഴിലിനായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ ആദ്യമായി തൊഴിലിലെത്തിയ ബംഗാളി സലിൽ ചൗധരിയാണ്. അറിയോ? ചെമ്മീൻ സിനിമ. ആ സിനിമയിലെ സംഗീത സംവിധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത്. അതായത് മാനസമൈനേ വരൂ മധുരം നുള്ളി തരൂ. ഒറീസ, ആസാം, കൽക്കട്ട, പശ്ചിമ ബംഗാൾ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തൊഴിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഹിന്ദി പറയുന്നത് കൊണ്ട് ഇവർക്കെല്ലാം നമ്മൾ ഒറ്റ പേരിടും, ബംഗാളി. അവരുടെ നാട്ടിലേക്കാൾ കൂടുതൽ ശമ്പളം ഇവിടെ കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ അവർ തൊഴിലെത്തുന്നത്. പണ്ട് നമ്മൾ പണിക്ക് പോയില്ലെങ്കിൽ മേശിരി തിരക്കി നമ്മുടെ വീട്ടിൽ വരും. എന്താ വരാഞ്ഞത്? അത് ഇന്നലെ ഭയങ്കര കട്ടിപ്പണിയായിരുന്നല്ലോ അണ്ണ, അവിടെ ദേഹം ഭയങ്കര വേദനയും ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് പണിക്ക് ചെന്നില്ലെങ്കിൽ, രാവിലെ മേശിരിയുടെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവിടെ ബംഗാളി കയറി പണിയും. അപ്പോൾ അതാണ്. അതുപോലെ ബംഗാളികൾ നമ്മുടെ കേരളത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സാഹോദര്യം ഉണ്ടായത്. അതായത് അവർ നമ്മളെ വരുമ്പോൾ തന്നെ ബായി, നമ്മൾ തിരിച്ചും ബായി എന്ന് വിളിക്കും. പക്ഷേ ഇപ്പോൾ എല്ലാ മലയാളികളും പരസ്പരം ബായി ബായി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ സാഹോദര്യം പൊട്ടിവിടുന്നു. അതുപോലെ പ്ലാസ്റ്റിക് നിരോധനം നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം. എന്നാലും നമ്മളാരും അത് മൈൻഡ് ചെയ്യത്തില്ല. നമ്മളെ കമ്പോസ കവറും പ്ലാസ്റ്റിക്കായിട്ട് പോകും. പക്ഷേ ബംഗാളികൾ അവർ രാവിലെ എഴുന്നേറ്റ് പണിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചോറുപതിയൊക്കെ കെട്ടിപ്പോകുന്ന ആ സഞ്ചി ഒന്ന് കാണാം, തുണി സഞ്ചി. പണ്ടൊക്കെ നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ വണ്ടിക്ക് പെട്രോൾ അടിച്ചാൽ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് പെട്രോൾ അടിക്കണമെങ്കിൽ ജോലിക്ക് പോയാൽ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് പെട്രോളിൻ്റെ വില കൂടി. പക്ഷേ ഈ പെട്രോളിൻ്റെ വില വർധനമൊന്നും ഈ ബംഗാളികൾക്ക് പ്രശ്നമല്ല. കാരണം അവർക്ക് 2 വീലറില്ല, 4 വീലറില്ല, വണ്ടിയിലൊന്നും പറ്റില്ല. അവർ നടന്നേ പോകത്തുള്ളൂ. കുറേ പേര് ഇപ്പോൾ സൈക്കിൾ ചവിട്ടി പോകുന്ന കാണാം. നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്നുണ്ട് സൈക്കിൾ ചവിട്ടി. ആ സൈക്കിൾ ചവിട്ടുന്ന നല്ല എനർജി ഉണ്ട് അവർക്ക്. അതും ഈ മലയാളിക്ക്. അപ്പോൾ ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വൈഫ് ഹൗസിൽ ചെന്നു. വൈഫ് ഹൗസിൽ ചെന്നപ്പോൾ അളിയനിങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുക, ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ആരെയോ ഫോൺ ചെയ്യുവാണ്, സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 5-6 ബംഗാളികൾ സ്റ്റാഫുകളുണ്ട്. പുള്ളി ഉദ്ദേശിക്കുന്നത് ഒരു 4 ബംഗാളികൾ പന്തളം സ്റ്റാൻഡിൽ നിൽക്കണം. അതാണ് പറയുന്നത്. പുള്ളി പോയി വണ്ടി പിക്ക് ചെയ്തോളാം. അരെ ബായി, 4 ബായി പന്തളം സ്റ്റാൻഡിൽ നില്ല്. അപ്പോൾ അമ്മമാർ പറയുന്നത് ചേട്ടാ സോറി, നമ്മൾ പന്തളം സ്റ്റാൻഡിൽ നില്ല്. അപ്പോൾ അവന്മാരും നില്ലെന്നാണ് പറയുന്നത്. അവർ പക്ഷേ ഉദ്ദേശിച്ചത് നിൽക്കാമെന്നാണ്. ആ നിൽക്കാമെന്നുള്ള മലയാളം അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർ നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അളിയന് ദേഷ്യം വരുമോ? 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് അമ്മ ടോക്കിംഗ് ടോം പോലെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അളിയൻ ലാസ്റ്റ് പറഞ്ഞു, നിനക്കൊക്കെ വേണം അവിടെ നിൽക്കും. വേണം ചേട്ടാ, നമ്മൾ പന്തളം സ്റ്റാൻഡിൽ നില്ല്. അളിയൻ പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് പന്തളം സ്റ്റാൻഡിൽ ചെന്നു. അവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല ഈ സ്റ്റാൻഡിനടുത്ത്. അപ്പോൾ അളിയൻ ഒരു 50 മീറ്റർ അങ്ങോട്ട് മാറി ഈ സ്റ്റാൻഡിൻ്റെ ബാക്കിലൊരു പുഴയുണ്ട്. ആ പുഴയുടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിനടുത്ത് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഈ ബംഗാളികൾ നടന്ന് പരവേശം പിടിക്കുക, ബായി കിതർ ബായി കിതർ. അപ്പോൾ അളിയൻ പറഞ്ഞ്, ചേട്ടാ ഇതിപ്പോൾ ഞാനിപ്പോൾ വലിച്ച് ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെ? അപ്പോൾ നോക്കി അവിടെ വെള്ളച്ചാട്ടമുണ്ട്. അരെ ബായി വെള്ളച്ചാട്ടം മാലു. എന്നാ ചേട്ടാ വെള്ളച്ചാട്ടം? കിതർ കിതർ. അപ്പോൾ പറഞ്ഞ് വെള്ളത്തിനിപ്പോൾ പാനി ജംപ്ഡ് ജംഗ്ഷൻ. അപ്പോൾ ഇത് പറഞ്ഞിട്ടും ഇവന്മാർ ചേട്ടാ കിതർ. ഇവന്മാർ വണ്ടിക്ക് തലയിലിരിക്കുമ്പോൾ ഇവരിങ്ങനെ സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോവാ, ചേട്ടാ കിതർ. വലിയ ഗ്ലാസ് കൊടുത്താൽ താത്തിട്ട് പറഞ്ഞ് ഇതർ. അപ്പം അന്ന് അളിയന് മനസ്സിലായി ഹിന്ദി ഭാഷ പഠിച്ചെങ്കിലേ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് ഞാൻ ചെന്നപ്പം അളിയൻ നന്നായിട്ട് ഹിന്ദി ഇവരോട് സംസാരിക്കുന്നു, ഇവർ നന്നായിട്ട് മലയാളം അളിയനോട് സംസാരിക്കുന്നു.